ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ, ഒരു ഹെൽത്തി സാലഡ് ചിക്കനും വെജിറ്റബിളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഭയങ്കര ഹെൽത്തിയാണ്. നമ്മളെ ചിക്കനും കുറേ വെജിറ്റബിൾസും സ്വീറ്റ് കോൺ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഒരു ചിക്കൻ ബ്രസ്റ്റ്, 2 സ്വീറ്റ് കോണ്, പിന്നെ നമ്മൾ ക്യാരറ്റ്, പിന്നെ 2 ഏത്തക്കായ, കുറച്ച് ബീൻസ്, 2 ബീട്രൂട്ട്, പിന്നെ കുറച്ച് പച്ചമുളക് ഇതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ, ഈ എന്താ പറയുക സ്വീറ്റ് കോണും ചിക്കൻ ബ്രസ്റ്റും കൂടെ നമ്മൾ പ്രഷർ കുക്കറിലിട്ടിട്ടേ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 1-2 വിസിൽ വന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളത് വേവിച്ചെടുക്കാം കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ ഇല്ലേ, അതൊക്കെ നമ്മൾ ഇതേമാതിരി ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതേമാതിരി അരിയണേ. ഒക്കെ കുറച്ച് നീളത്തിൽ നമ്മൾ അവിയലിനൊക്കെ അരിയണ മാതിരി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ബീട്രൂട്ടും ബീൻസ്, ക്യാരറ്റ്, ഏത്തക്കായ ഇതെല്ലാം നമുക്ക് ഒരേമാതിരി ആയിട്ട് അപ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും, കാണാനൊരു ഭംഗി ഉണ്ടാവും. നമുക്കതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച പച്ചമുളകില്ലേ, അതും നമ്മൾ അതേമാതിരി തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. നീളത്തിൽ ഒക്കെ അരിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഇതേമാതിരി ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായിടണം, ആദ്യം നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഈ എണ്ണ ഒഴിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇടുന്ന വെജിറ്റബിളില്ലേ, അത് നമ്മുടെ ഈ ചട്ടിയിലൊന്നും ഒട്ടി പിടിച്ചടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഈ ചൂടുള്ള ചട്ടിയിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ അത് ഇങ്ങനെ പിടിച്ച മാതിരി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എണ്ണ ഒഴിക്കുന്നത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം അതിൽ കൊട്ടുക. ഓക്കെ. എന്നിട്ട് നമ്മൾ നല്ല ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് മുടിച്ചിട്ട് ഇളക്കുക. പക്ഷെ നമ്മളിത് അധികം വേവിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം. കാരണം വല്ലാതെ വെന്ത് പിസ്സാവാൻ പാടില്ല. നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ അതേമാതിരി തന്നെ കിടക്കും വേണം. അപ്പോൾ അതിലേക്ക് വേണ്ട ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി ഇതാണ്ടോ ഇങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഹാഫ് ബോയിലായിട്ടുണ്ട്. നമ്മളൊന്നും കൂടെ അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ മറ്റേ ചിക്കൻ ബ്രസ്റ്റും നമ്മുടെ സ്വീറ്റ് കോണും കൂടി വേവിച്ചാൽ വെച്ചിട്ടില്ലേ. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അതെന്തായാലും വെന്തിട്ടുണ്ടാവും. കണ്ടോ. അപ്പോൾ അതെല്ലാം വെന്തു. ഉപ്പ് ഇട്ടതാണ് കേട്ടോ. നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ടതാണ്. ഇനി നമ്മളെന്ത് ചെയ്യണം, ഈ ചിക്കൻ ബ്രസ്റ്റും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. സ്വീറ്റ് കോൺ നമുക്ക് ആ സ്വീറ്റ് കോണിൻ്റെ അതില്ലേ സീഡില്ലേ, അതും നമ്മൾ അതിന് വേറെ തിരിച്ചെടുക്കണം. നമ്മളപ്പോൾ എന്നിട്ട് ഓക്കെ അതിങ്ങനെ മാതിരി അരിഞ്ഞെടുക്കുക. കണ്ടോ, നമ്മുടെ സ്വീറ്റ് കോണും അതേമാതിരി നമ്മൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിക്കനും നമ്മുടെ സ്വീറ്റ് കോണും റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം കൂടെ വാരി ഒരു പാത്രത്തിലെടുത്തിട്ട് നമുക്കിത് മറ്റേ നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ടില്ലേ, ആ വെജിറ്റബിൾ ഇതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളെ പച്ചക്കറി നമുക്ക് വെന്തോന്നൊന്ന് തുറന്ന് നോക്കട്ടെ. ഇപ്പം നമുക്ക് പച്ചക്കറി ഒന്ന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ നമ്മളെന്ത് കാട്ടണം, ഇതിലേക്ക് നമ്മൾ ആ വെട്ടി വെച്ച പച്ചമുളകില്ലേ, ആ പച്ചമുളക് ഇതിലേക്ക് ഇടുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടി. ഈ പച്ചമുളക് എരിവില്ലാത്തതാണ്, പക്ഷേ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എരിവിന് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ടാലും മതി. ഇപ്പോൾ കണ്ടോ, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ചിക്കൻ ബ്രസ്റ്റും നമ്മുടെ സ്വീറ്റ് കോണും എല്ലാം കൂടെ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. കണ്ടോ, ഇപ്പോൾ തന്നെ എന്ത് രസമാണ് കാണാൻ. ഇതേമാതിരി നമ്മൾ നല്ല മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വെജിറ്റബിൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് കോണും ഇതും വെന്തതാണല്ലോ. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. വേണമെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ മീറ്റിൻ്റെ ആ ഫ്ലേവർ എല്ലാം കൂടെ പച്ചക്കറിക്കൊക്കെ പിടിച്ചോളും. അപ്പോൾ നമ്മുടെ ഹെൽത്തി സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി സാലഡ് ഈസ് റെഡി. അപ്പോൾ നമ്മുടെ ഹെൽത്തി സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി. നമുക്ക് വേണ്ടവർക്ക് ഈ ലെമണൊക്കെ ഇല്ലേ, ലെമൺ ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസൊക്കെ ഇതിലിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. വേണ്ടവർക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. അടിപൊളിയാണ്, ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാലഡ് കഴിച്ചു നോക്കി സൂപ്പറാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബും ഷെയർ ലൈക്ക് കമൻറ്റൊക്കെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.